അടുത്ത വർഷത്തെ വനിതാ അണ്ടർ-17 ഏഷ്യൻ കപ്പിന് ഇന്ത്യൻ വനിതാ ടീം യോഗ്യത നേടി. യോഗ്യതാ റൗണ്ടിലെ രണ്ടാം മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ 2-1 തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ മുന്നേറ്റം. 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ഏഷ്യൻ കപ്പ് കളിക്കാനെത്തുന്നത്. 2005 നേരിട്ട് ഇന്ത്യക്ക് യോഗ്യതയുണ്ടായിരുന്നു. യോഗ്യതാ മത്സരം കളിച്ച് കയറുന്നത് ഇത് ചരിത്രത്തിൽ ആദ്യമാണ്. യോഗ്യത ഉറപ്പിക്കാൻ സമനില മതിയായിരുന്നു ഇന്ത്യക്ക്. പക്ഷേ ഉസ്ബെക്കിസ്ഥാനെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ആദ്യ പകുതിയിൽ 1 ഗോളിന് പിന്നിലായിരുന്നു ഇന്ത്യ. ഇടവേളയ്ക്ക് ശേഷം 11 മിനിറ്റിനിടെയാണ് 2 ഗോളുകൾ ഇന്ത്യ തിരിച്ചടിച്ചത്. തണ്ടാമോണി ബാസ്കെ, അനുഷ്ക കുമാരി എന്നിവരാണ് ഇന്ത്യക്കായി ഗോളുകൾ നേടിയത്. അടുത്ത വർഷം ചൈനയിലാണ് ഏഷ്യൻ കപ്പ് നടക്കുന്നത്. ജോക്കിം അലക്സാണ്ടേഴ്സൺ പരിശീലിപ്പിക്കുന്ന ടീമിൽ മലയാളിയായ ഒരു സാന്നിധ്യമുണ്ട്. ഗോൾ കീപ്പർ തമീന ഫാത്തിമ ആ ടീമിന്റെ ഭാഗമായുണ്ട്. സീനിയർ വനിതാ ടീമും അണ്ടർ-20 ടീമും ഏഷ്യൻ കപ്പിന് നേരത്തെ യോഗ്യത നേടിയിട്ടുണ്ട്. ഫുട്ബോൾ മൈതാനത്തേക്ക് വരുമ്പോൾ ഇന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ ഒരു നേരിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തുടങ്ങുകയാണ്. 7 മത്സരങ്ങളുണ്ട്. ഇന്ത്യൻ സമയം വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ചെൽസി നോട്ടം ഫോറസ്റ്റിനെ നേരിടും. മാഞ്ചസ്റ്റർ സിറ്റിക്ക് എവർട്ടനാണ് എതിരാളികൾ. ബ്രൈറ്റൺ ന്യൂകാസിൽ മത്സരവും, ക്രിസ്റ്റൽ പാലസ് ബേൺമൌത്ത് മത്സരവും, ബേൺലി ലീഡ്സ് യുണൈറ്റഡ് മത്സരവും, സണ്ടർലാൻഡ് വോൾസ് മത്സരവും ഇന്ന് നടക്കും. ഇന്ത്യൻ സമയം രാത്രി 7:30-ക്കാണ് ബാക്കിയുള്ള മത്സരങ്ങൾ നടക്കുക. ലാലിഗയിലും ഇന്ന് മത്സരങ്ങൾ പുനരാരംഭിക്കുകയാണ്. ബാഴ്സലോണ ജിറോണ മത്സരം ഇന്ന് രാത്രി 7:45 നടക്കും. സെവിയ മയോർക്ക മത്സരം വൈകിട്ട് 5:30-നാണ്. വിയാറയൽ റിയൽ ബെറ്റിസ്, അത്ലറ്റിക്കോ മാഡ്രിഡ് ഒസാസുന മത്സരവും ഇന്ന് തന്നെയാണ് നടക്കുക. ഫുട്ബോളിൽ വനിതാ ടീമിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷേ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യൻ പുരുഷ ടീം കൂപ്പുകുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യൻ ടീം 136-ാം സ്ഥാനത്തേക്ക് വീണു. AFC ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിൽ സ്വന്തം നാട്ടിൽ സിംഗപ്പൂരിനോട് 2-1 തോറ്റതിന് പിന്നാലെയാണ് ഇങ്ങനെ താഴേക്ക് വീണത്. കഴിഞ്ഞ 9 വർഷത്തിനിടെ ടീമിന്റെ ഏറ്റവും മോശം റാങ്കിംഗ് ആണിത്. എവേ മത്സരത്തിൽ നമ്മളൊരു സമനില നേടിയിരുന്നു. പക്ഷേ ഹോം മാച്ചിലേക്ക് വന്നപ്പോൾ തോൽവിയായിരുന്നു. നേരത്തെ 134-ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നത്. തോൽവിയോടെ 2 സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടാണ് 136-ാം സ്ഥാനത്തേക്ക് വന്നത്. ഇതിനു മുൻപ് 2016 ഒക്ടോബറിൽ 137-ാം സ്ഥാനത്തായിരുന്നു സമീപകാലത്ത് ടീമിന്റെ ഏറ്റവും മോശം റാങ്കിംഗ്. 1996 ഫെബ്രുവരിയിൽ 94-ാം സ്ഥാനത്തെത്തിയതാണ് ഇന്ത്യയുടെ ഇതുവരെയുള്ള മികച്ച റാങ്കിംഗ് എന്ന് പറയുന്നത്. വനിതാ ലോകകപ്പ് ക്രിക്കറ്റിലേക്ക് പോവുകയാണ്. ശ്രീലങ്കയെ 10 വിക്കറ്റിന് തകർത്ത് ദക്ഷിണാഫ്രിക്ക. മഴ മൂലം 20 ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക 105 റൺസ് നേടി. മഴ നിയമപ്രകാരം 121 റൺസായി പുനർനിർണയിച്ച വിജയലക്ഷ്യം ദക്ഷിണാഫ്രിക്ക 14.5 ഓവറിൽ മറികടന്നു. അപ്പോൾ ലോറ വോൾവാട്ട്, ടാസമൽ ബ്രിഡ്സ് എന്നിവർ അർദ്ധ സെഞ്ചുറി നേടി. വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ന് ന്യൂസിലാൻഡ് പാകിസ്ഥാൻ മത്സരം നടക്കും. വൈകിട്ട് 3 മണിക്കാണ് ആ മത്സരം. സെമി സാധ്യത നിലനിർത്താൻ ന്യൂസിലാൻഡിന് ജയം അനിവാര്യമാണ്. ഇതുവരെ ഒരു മത്സരത്തിലും ജയിക്കാനാകാത്ത പാകിസ്ഥാൻ നേരത്തെ തന്നെ പ്രതീക്ഷകൾ അവസാനിച്ചതാണ്. പോയിന്റ് പട്ടികയിൽ കിവീസ് 5-ാം സ്ഥാനത്തും പാകിസ്ഥാൻ 8-ാം സ്ഥാനത്തുമാണ്. രഞ്ജി ട്രോഫിയിലെ ഇന്നത്തെ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. കേരളത്തിനെതിരെ മഹാരാഷ്ട്ര പിടിമുറുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. 1-ാം ഇന്നിംഗ്സിൽ 20 റൺസിന്റെ ലീഡ് നേടിയ മഹാരാഷ്ട്ര 2-ാം ഇന്നിംഗ്സിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ 51 റൺസ് എന്ന നിലയിലാണ് ഇന്നലെ കളി അവസാനിപ്പിച്ചത്. പൃഥ്വിഷ, അർഷിൻ കുൽക്കർണി എന്നിവരാണ് ക്രീസിലുള്ളത്. ഇതോടെ മഹാരാഷ്ട്രയുടെ ആകെ ലീഡ് 71 റൺസായി. നേരത്തെ മഹാരാഷ്ട്രയുടെ 1-ാം ഇന്നിംഗ്സ് സ്കോറായ 239-നെതിരെ കേരളം 219 റൺസിന് പുറത്തായിരുന്നു. ഇനി മത്സരം സമനിലയിൽ അവസാനിച്ചാലും മഴയെ തുടർന്ന് ഉപേക്ഷിക്കേണ്ടി വന്നാലും 1-ാം ഇന്നിംഗ്സ് ലീഡിന്റെ അടിസ്ഥാനത്തിൽ മഹാരാഷ്ട്രയ്ക്ക് കൂടുതൽ പോയിന്റുകൾ ലഭിക്കും. കേരളത്തിന് വേണ്ടി 54 റൺസ് എടുത്ത സഞ്ജു സാംസൺ ആയിരുന്നു ടോപ്പ് സ്കോററായത്. 23 വയസ്സിൽ താഴെയുള്ളവർക്കായുള്ള CK നായിഡു ട്രോഫിയിൽ ഗുജറാത്തിനെതിരെ കേരളം ആദ്യ ഇന്നിംഗ്സിൽ 270 റൺസിന് പുറത്ത് 5 വിക്കറ്റിന് 204 റൺസ് എന്ന നിലയിൽ 2-ാം ദിനം ബാറ്റിംഗ് തുടർന്ന കേരളത്തിന് തുടക്കത്തിൽ തന്നെ വരുൺ നായനാരുടെ വിക്കറ്റ് നഷ്ടമായി. 91 റൺസിൽ നിന്ന് നേരത്തെ 2 റൺസ് മാത്രമാണ് വരുണിന് കൂട്ടിച്ചേർക്കാനായത്. 9-ാമനായി ഇറങ്ങിയ 31 റൺസുമായി പുറത്താകാതെ നിന്ന അബി ബിജുവിന്റെ ഇന്നിംഗ്സാണ് കേരളത്തിന്റെ സ്കോർ 270-ൽ എത്തിച്ചത്. മറുപടി ബാറ്റിംഗിൽ ഇറങ്ങിയ ഗുജറാത്ത് 2-ാം ഇന്നിംഗ്സിൽ 2-ാം ദിവസം കളി നിർത്തുമ്പോൾ 5 വിക്കറ്റിന് 134 റൺസ് എന്ന നിലയിലാണ്. കേരളത്തിന് വേണ്ടി അഭിജിത്ത് പ്രവീണും കൈലാസ് ബി നായരും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. 19 വയസ്സിൽ താഴെയുള്ളവർക്കുള്ള വിനു മങ്കാദ് ട്രോഫിയിൽ ഹരിയാനയെ തോൽപ്പിച്ച് കേരളം. മഴയെ തുടർന്ന് 20 ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ 17 റൺസിനായിരുന്നു കേരളത്തിന് ജയം. ആദ്യം ബാറ്റ് ചെയ്ത കേരളം 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 140 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഹരിയാന 19.4 ഓവറിൽ 123 റൺസിന് ഓൾ ഔട്ടായി. കേരളത്തിന് വേണ്ടി ജോബി 3 വിക്കറ്റും 3 വിക്കറ്റ് വീഴ്ത്തി. ടൂർണമെന്റിൽ തുടർച്ചയായ 3-ാം ജയമാണ് കേരളത്തിന്.
സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ തിരുവനന്തപുരം കൊമ്പൻസിന് രണ്ടാം തോൽവി. ഹോം ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു തൃശൂർ മാജിക് FC ജയം. തൃശൂരിന്റെ തുടർച്ചയായ രണ്ടാം ജയമാണിത്. ക്യാപ്റ്റൻ മെയിൽസൺ ആൽവ്സ് ആണ് 12ാം മിനിറ്റിൽ തൃശൂരിനായി ഗോൾ നേടിയത്. തിരിച്ചടിക്കാൻ കൊമ്പന്മാർ പരമാവധി ശ്രമിച്ചെങ്കിലും തൃശൂരിന്റെ പ്രതിരോധ പൂട്ട് പൊളിക്കാനായില്ല.